ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു വാർത്ത വരുന്നുണ്ട്. കാനത്തിൽ ജമീല, കൊയിലാണ്ടി MLA ആയിരുന്ന കാനത്തിൽ ജമീല അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. അർബുദ രോഗബാധിതയായിരുന്നു കാനത്തിൽ ജമീല, അന്തരിച്ചു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയം വരും. കുറച്ച് നാളുകളായി കാനത്തിൽ ജമീല അർബുദ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗം മൂർച്ഛിച്ച് ഇപ്പോൾ കാനം ജമീല അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കാനം ജമീലയ്ക്ക് 59 വയസ്സായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു കാനം ജമീല. സാനിയ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. 3 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനമാണ്. 30 വർഷത്തോളം സജീവ രാഷ്ട്രീയത്തിൽ. 59 വയസ്സാണ്. 2 തവണ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. വനിതാ സംവരണം പൊതുപ്രവർത്തനത്തിലേക്ക് നയിച്ചു. വീട്ടമ്മയിൽ നിന്നും കരുത്തുറ്റ ഭരണാധികാരിയായി തീർന്ന കാനത്തിൽ ജമീല. നമുക്കൊപ്പം സാനിയോ ചേരുന്നുണ്ട്. സാനിയോ, കാനത്തിൽ ജമീലയുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. എപ്പോഴാണ് മരണം സംഭവിച്ചതും സ്ഥിരീകരിച്ചതും? ഡോക്ടർ അരുൺകുമാർ, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ മരണം സ്ഥിരീകരിക്കുന്ന വാർത്ത വന്നത്. അതായത് ഇവർ അർബുദ ബാധയെ തുടർന്ന് കാനത്തിൽ ജമീല നേരത്തെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലടക്കം ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അസുഖം വല്ലാതെ മൂർച്ഛിക്കുകയായിരുന്നു. അതേ തുടർന്ന് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇവരെ. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് മരണവിവരം സ്ഥിരീകരിക്കുന്നത്. 59 വയസ്സായിരുന്നു. കൊയിലാണ്ടി MLA എന്ന നിലയിൽ തന്നെ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ, മുസ്ലിം വനിതാ MLA ആയി വരുന്നു എന്ന നിലയിൽ തന്നെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 3 പതിറ്റാണ്ടോളം നീണ്ട പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അവർ വിവാഹത്തിന് മുൻപേ തന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു സ്ത്രീയായിരുന്നു. മാത്രവുമല്ല, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കെയാണ് ആ സ്ഥാനം രാജിവെച്ച് അവരെ പാർട്ടി CPIM ഈ കൊയിലാണ്ടി MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അവർ വലിയ തരത്തിൽ പ്രവർത്തിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ നേട്ടങ്ങളിലേക്ക് ജില്ലയെ എത്തിച്ചു എന്നുള്ളതാണ്. അവർ ഒരു വീട്ടമ്മയായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് കരുത്തുറ്റ ഭരണാധികാരിയാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ, അതായത് ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളൊക്കെ അവർ വഹിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ 59 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രായമല്ല. പക്ഷെ 59 വയസ്സിൽ തന്നെ അവർക്ക് അർബുദം ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ മൈത്ര ആശുപത്രിയിൽ നിന്ന് വരുന്നത്. കൊയിലാണ്ടി MLA എന്ന നിലയിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചില സമയത്തൊക്കെ മുസ്ലിം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായത് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും 2 തവണ അവർ പ്രവർത്തിക്കുന്നു. 5 വർഷമായി ഇപ്പോൾ MLA സ്ഥാനം. 4 വർഷത്തോട് അടുക്കുകയാണ് MLA സ്ഥാനം. ആ സമയത്തും പൊതുരംഗത്ത് ഇടപെടുന്നതിൽ വലിയ ശ്രദ്ധേയമായ സാന്നിധ്യം തന്നെയായിരുന്നു. മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ ഭാരവാഹിയായി ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ കൂടിയാണ് കാനത്തിൽ ജമീല. 1995 തലക്കുളത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ നിന്നാണ് അവർ ആദ്യമായി വിജയിക്കുന്നത്. അത് അവരുടെ കന്നി അംഗം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനും അവർക്ക് കഴിഞ്ഞു. പിന്നീട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് സമിതി ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായും ഒക്കെ വന്നു. 2010 ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 2020 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് അവരെ CPIM ഇടപെട്ട്. ശരി സാനിയോ, കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല 59 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.